ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും വണ്ടികൾ ഒറ്റയടിക്ക് ഒരു മാസം വരുന്നത് കണ്ടിട്ടില്ല. അതും ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികൾ. ഈ മാസം 8 പുതിയ വണ്ടികളാണ് ഏകദേശം ലോഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചില വണ്ടികളുടെ കൃത്യം ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ എന്നാലും ഒരു 3-4 വണ്ടികളുടെ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് വരെ നമുക്കറിയാം. സോ അതാണ് സംഭവം. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മാസം ആദ്യം തന്നെ വരാൻ പോകുന്ന നമ്മുടെ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള നിസാൻ്റെ ടെക്ടോൺ വെച്ച് തുടങ്ങാം. ഈ വരും ജൂലൈ 9 ഈ വാഹനത്തിന് റിവീൽ അവർ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് റിവീലാണോ ലോഞ്ചാണോ പ്രൈസ് വരുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ കുറച്ച് കാലമായിട്ട് ഈ വണ്ടിയുടെ ലോഞ്ച് അവർ ഏതായാലും ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് കളിക്കുകയായിരുന്നു. 2-3 മാസം മുന്നേ ഇത് ഇറങ്ങേണ്ടതായിരുന്നു. ആ സമയത്ത് അവർ ഗ്രാവൈറ്റ് ഇറക്കി അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എങ്ങനെയായിരിക്കും ഡസ്റ്റർ വെച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നുള്ളതൊക്കെ ഒരു ടീച്ചേഴ്സിലൂടെ ഏകദേശം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഡസ്റ്ററിനേക്കാൾ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതുപോലെ തോന്നി. സൈഡ് ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ അലോയ് വീൽസ് ഒക്കെ നമുക്ക് 18 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. സൈഡ് ഡിസൈൻ ആക്ച്വലി ഓൾമോസ്റ്റ് ഡസ്റ്റർ പോലൊക്കെ തന്നെയാണ്. റിയർ ഡിസൈനും ഒരു പരിധിവരെ ഡസ്റ്റർ പോലെയാണ്. പക്ഷേ ആ ടെയിൽ ലാംപ്സിൻ്റെ അകത്ത് ഇൻസേർട്സിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇനി ഇതല്ലാണ്ട് നമ്മുടെ മെക്കാനിക്കൽ ആസ്പെക്ട്സ് എല്ലാം സെയിം ആയിരിക്കും. 1 ലിറ്റർ ടർബോ, 1.3 ലിറ്റർ ടർബോ, പിന്നെ ഹൈബ്രിഡ് വരുന്ന സമയത്ത് ടെസ്റ്റിലുള്ള 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് നമുക്ക് ഈ വണ്ടിയിലും കിട്ടുന്നതായിരിക്കും. ഇനി അതല്ലാതെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്തൊക്കെയാണോ നമുക്ക് ടെസ്റ്റിൽ കിട്ടുന്ന ഈവൻ സ്റ്റിയറിംഗ് സാധനങ്ങളെല്ലാം സെയിം ആയിട്ട് തന്നെയായിരിക്കും വെക്കാൻ പോകുന്നത്. ഈ ഡാഷ്ബോർഡ് ലേഔട്ടിലാണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന സ്പൈ ഷോട്ട്സിൽ നിന്ന് അങ്ങനെ ഒരുപാട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സോ അതും ഒരു പരിധിവരെയൊക്കെ സെയിം ആയിരിക്കും. എന്തായാലും ഇനി നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു 3-4 ദിവസം കൂടെ, 3 ദിവസം അല്ല 8-9 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് അറിയാം. ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്തുള്ളത് ശരിക്കും ജൂലൈ അല്ല, ജൂണാണ്. ജൂണിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും, അതായത് ജൂൺ 30 പറഞ്ഞിരുന്ന നമ്മുടെ CR EV ആണ്. ഞാൻ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 29-നാണ്. സോ ഈ വണ്ടിയുടെ ലോഞ്ച് നാളെയാണ്. എനിക്കിതിൻ്റെ കറക്റ്റ് സ്പെക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഏതായാലും ജൂൺ 30 വണ്ടി വരും എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒരു ജൂണല്ല ജൂലൈ പകുതിയോ അല്ലെങ്കിൽ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും അവർ നടത്തേണ്ടതുമാണ്. ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അവരിതിൻ്റെ അത്യാവശ്യം നല്ല ഒരു കുറേ ടീസേഴ്സും പിന്നെ മറ്റേ ഡെസേർട്ട് കയറി പോകുന്നതും മറ്റേ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന ഡെസേർട്ടാണ്. സോ അവിടേക്ക് കയറി പോകുന്ന സാധനങ്ങളും കുറേ സംഭവങ്ങൾ ഇവർ ടീസേഴ്സിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ആഡ് ക്യാമ്പയിനൊക്കെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പവർ ഓപ്ഷൻസും കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇപ്പോഴേക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ വീഡിയോ വരുമ്പോഴേക്കും. നമുക്കിപ്പോൾ എസ്റ്റിമേറ്റഡ് സാധനം ഹാരിയറിൻ്റെ സെയിം 65-75 കിലോട്ടോൺ ബാറ്ററി പാക്കും, അതുപോലെ സെയിം 330 bhp വരുന്ന നമ്മുടെ ക്വാഡ് വീൽ ഡ്രൈവ് സെറ്റപ്പും, റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം 230 bhp അടുത്തൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ്. റിയൽ ലൈഫ് റേഞ്ച് ഏകദേശം 500 കിലോമീറ്റേഴ്സിനടുത്ത് കിട്ടും എന്ന് ടാറ്റ അവകാശപ്പെടുന്നു. അതൊക്കെ നമുക്കിനി കണ്ടറിയാം. ഇനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത വണ്ടി എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് കാലമായിട്ട് ഇവിടെ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ജൂലൈ 16 ഈ വാഹനം വരാൻ പോകുന്നത്. നമ്മുടെ MGയുടെ പുതിയൊരു വണ്ടിയാണ്. ഒരു 7 സീറ്റർ MPV ഓർ SUV എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ സംഭവമാണ്. ഇത് നമ്മുടെ വൂളിങ്ങിൻ്റെ സ്റ്റാർലൈറ്റ് 560 എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ചൈനയിൽ. അതിൻ്റെ അത് ചൈനയിൽ സിങ്സ്വാങ് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇന്തോനേഷ്യയിൽ വൂളിങ് എക്സിയോണോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞിട്ട് വണ്ടി വരുന്നത്. എന്തൊക്കെയായാലും പേരെന്തെങ്കിലും ആവട്ടെ, ഇന്ത്യയിൽ പേരുന്നായിരിക്കില്ല, ഒരു പേര് മാറ്റും. MGയുടെ റീബ്രാൻഡഡ് ആയിട്ടായിരിക്കും വിൽക്കുന്നത്. ഇവർക്ക് പൊതുവേ MGയുടെ വണ്ടികളെല്ലാം ഇവിടെ പോപ്പുലർ അല്ല. നമ്മുടെ വിൻസർ EV, വൂളിങ്ങിൻ്റെ ഒരു ക്ലൗഡ് EV എന്ന് പറയും, അതുപോലെ മറ്റേ കൊമറ്റ് EV, വൂളിങ്ങിൻ്റെ തന്നെ എയർ EV. അതുകൊണ്ട് വൂളിങ്ങിൻ്റെ വണ്ടികളിൽ ഇവിടെ അത്യാവശ്യം പോപ്പുലർ ആവുന്നതുകൊണ്ടായിരിക്കണം വൂളിങ്ങിൻ്റെ വണ്ടികൾ തന്നെ ഇപ്പോൾ പിന്നെയും കൊണ്ടുവരാൻ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്പെക്ക് മാത്രം പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം, അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പറയാമല്ലോ. നമുക്ക് ഇതിനകത്തൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ ഉണ്ടാവും, അതുപോലെ ഒരു പ്യുവർ ഇലക്ട്രിക് മോഡൽ ഉണ്ടാവും. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആൻഡ് നമുക്ക് അതിനകത്തൊരു 20.4 കിലോട്ടോർ ബാറ്ററി പാക്കും വരും. കമ്പൈൻഡ് ഔട്ട്പുട്ട് ഏകദേശം 194 ഹോഴ്സ് പവറിനടുത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്യുവർ EV മോഡൽ ഉണ്ട്, 56.6 കിലോട്ടോർ ബാറ്ററി പാക്ക് എന്താണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് അതിൻ്റെ പവർ ഫിഗേഴ്സ് ഓൾമോസ്റ്റ് നമ്മുടെ വിൻസർ EV പോലെയൊക്കെ തന്നെ 134 ഹോഴ്സ് പവറും പിന്നെ 200 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കിൻ്റെ അടുത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ഇൻ ഹൈബ്രിഡ് നമുക്ക് പൊതുവേ ഈ പ്രൈസിൽ അങ്ങനെ വേറെ വണ്ടികളില്ല. ഇതിൻ്റെ സൈസൊക്കെ ആണെങ്കിൽ നമ്മുടെ XUV 7XO, XUV മറ്റേ 9E, അതിൻ്റെയൊക്കെ 9S ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. 7 സീറ്ററാണത്. 7 സീറ്ററും 5 സീറ്ററും ഗ്ലോബലി ഉണ്ട്. നമുക്ക് മിക്കവാറും 7 സീറ്റർ ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് 4.75 മീറ്റേഴ്സിനടുത്ത് ലെങ്ത്തും പിന്നെ 2.8 മീറ്റേഴ്സിന് മുകളിൽ വീൽ ബേസ് ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല വലിയ സൈസുള്ള വണ്ടി തന്നെയാണ്. വരുമ്പോൾ നമുക്ക് ഇനി അതിന് മുന്നേ തന്നെ ഞാൻ ഈ സ്പെക്കെല്ലാം കവർ ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാം, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഉള്ള വണ്ടികളൊക്കെ ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് ബ്രസ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി ജൂലൈയിൽ വരും എന്നായിരുന്നു റൂമേഴ്സ് ഉണ്ടായിരുന്നത്. ഓട്ടോ കറൻറ്റിയുടെയൊക്കെ മറ്റേ ഡീലേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കൺഫേം ചെയ്തു എന്ന് പറയുന്നു. ചിലവർ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ആയിട്ട് ജൂലൈ 23 പറയുന്നുണ്ട്. അത് സുസുക്കി ഒഫീഷ്യൽ കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ മറ്റേ അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ അവർ ബമ്പറിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിലും അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റി. അല്ലാതെ ഹെഡ്ലൈറ്റ് ബാക്കി സാധനങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ അകത്ത് ശരിക്കും മെയിനായിട്ട് ഡിഫറൻസ് പറയുന്നത് നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻ, പോർട്ടൺ ഓപ്ഷൻ്റെ കാര്യത്തിലാണ്. അത് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ആയിരിക്കും വരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ 6 സ്പീഡ് മാനുവൽ വെച്ചിട്ടുള്ളൊരു മോഡൽ അവർ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയിൽ ഇപ്പം 1.5 NA ആയാലും ഫ്രോങ്സിൽ വരുന്ന 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ആയാലും രണ്ടിൻ്റെ അകത്തും സുസുക്കി ഇത് വരും. രണ്ടിലും നല്ല സുസുക്കി മറ്റേ എൻ്റെ ഊഹം ശരിയാണല്ലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ S-Cross 1.6 അല്ലാതെ ഇവർക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വേറൊരു വണ്ടിയിലും വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് 20 lakhs താഴെയെങ്കിലും വന്നിട്ടില്ല.
സോ അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ എൻ്റെ അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് തന്നെ ഒരു പുതിയ ട്രാൻസ്മിഷൻ വെച്ച് കൊണ്ടുവരാണോ അതോ ഇനി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ 1.2 Z12V എടുത്ത് ടർബോ ആക്കുന്നതാണോ എന്താണെങ്കിലും ഒന്നും അറിയില്ല. അത് നമ്മൾ വരുമ്പം നോക്കേണ്ടി വരും. എന്തായാലും എല്ലാവരും പറയുന്നത് ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് മറ്റേ 100 PS 147 Nm ടോർക്കുള്ള ഒരു എഞ്ചിൻ ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. കാരണം പ്രസ് ഇപ്പോൾ നിലവിൽ 1.5 എഞ്ചിൻ വെച്ചിട്ട് നമ്മുടെ സെസ്സൊക്കെ XST വരുന്ന കൂടുതലാണ്. സപ്പോമീറ്റർ വണ്ടിയുടെ റൂള് അതിൻ്റെ അകത്തല്ല ഈ വണ്ടി വരുന്നത്. അതിന് മുകളിൽ 20% XST വരുന്നുണ്ട്. സാധാരണ സപ്പോമീറ്റർ വണ്ടിയിലാണെങ്കിൽ 8% മാത്രം XST എടുത്താൽ മതി. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കോഡിയ കാർസ് ആണ്. ഈ വണ്ടിയെ പറ്റി സത്യം പറഞ്ഞൊന്നും പറയാനില്ല. ഇതിൻ്റെ പ്രൈസ് മാത്രമേ ഇനി അറിയാനുള്ളൂ. അത് മിക്കവാറും ഒരു 65 or 70 lakhs ഒക്കെ ആയിരിക്കും എക്സ്ഷോറും വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ഒക്ടാവിയ VRSലും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ നമ്മുടെ VRS പോലൊക്കെ തന്നെയാണ്. 265 horsepower 370 Nm ടോർക്ക്, ഓൾ വീൽ ഡ്രൈവ് ആണ് ഇതിനകത്ത് വരുന്നത്. 0-6.5 seconds എന്താണ് ക്ലെയിം ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ആകെപ്പാട് 50 വണ്ടികൾ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവർ കൊണ്ടുവന്ന 6 മിനിറ്റ് കൊണ്ട് വണ്ടിയെല്ലാം സോൾഡ് ഔട്ടായി പോവുകയും ചെയ്തു. ഈ 50 വണ്ടികൾക്ക് കുറച്ചുകൂടെ കൂട്ടിക്കൂട്ടും. ഓക്കെ, സംഭവം ശരിയാണ്, അവർ കൊണ്ടുവരുന്നുണ്ട്, അത് വളരെ നല്ല കാര്യം. ഇപ്പോൾ നമ്മുടെ ഹ്യുണ്ടായോ ഹോണ്ടയോ ഇവർക്കൊക്കെ ടൈപ്പ് ആറോ അല്ലെങ്കിൽ N മോഡൽസ് ഒക്കെ പുറത്തുണ്ട്. ആർക്കും കൊണ്ടുവരാൻ വലിയ താല്പര്യമില്ല. ഫോക്സ്വാഗൻ സ്ക്വാഡയും ഗോൾഫാറിൽ ഗോൾഫ് GT മറ്റേ കോഡിയാക്ക്, പിന്നെ ടിഗ്വാൻ R-Line ഉണ്ട്, അതുപോലെ നമ്മുടെ ടൈറോൺ കുറേ വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട്. സംഭവം ശരിയാണ്. കൊണ്ടുവരുമ്പോൾ ഇത്തിരി കൂടുതൽ കൊണ്ടുവന്നൂടെ? അറ്റ്ലീസ്റ്റ് ഒരു 100-200 വണ്ടിയെങ്കിലും കൊണ്ടുവന്നൂടെ? ഇനി ഇതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ പുതിയ ജനറേഷൻ ഹൈലക്സ്. ഇതും ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷം ഡെബ്യൂ ആയതാണ്, പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇതും ഇന്ത്യയിൽ ഇപ്പോൾ വരുന്നതിനെ പറ്റി നമ്മുടെ ഓട്ടോക്കാറിൻ്റെ അവരുടെ ഡീലേഴ്സിൻ്റെ ഇത് വെച്ചിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് ഒന്നും ഇപ്പോഴും അവൈലബിൾ അല്ല, എന്നത്തേക്ക് വരും എന്നുള്ള കാര്യം. ഇടയ്ക്ക് ഞാൻ July 6 എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. പക്ഷേ എന്തായാലും പുതിയ ജനറേഷൻ ഹൈലക്സ്, പഴയ ജനറേഷൻ ഹൈലക്സിന് ടൊയോട്ടയ്ക്ക് ഇന്ത്യയിൽ വലിയ സെയിലൊന്നും ഇല്ലായിരുന്നു. അത് അവർ കഷ്ടപ്പെട്ട് ഓഫേഴ്സ് കൊടുത്ത് 10 ലക്ഷം അടുത്തൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് വിറ്റുകൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു പുതിയ ഹൈലക്സ് ഇവിടെ എന്തിനു കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംഭവം എഞ്ചിനൊക്കെ സെയിം ആണ്, 2.8 ലിറ്റർ മൈൽ ഹൈബ്രിഡ്, ആ സംഭവമൊക്കെ തന്നെ. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്, ഇൻറ്റീരിയേഴ്സ് നല്ല വ്യത്യാസമുണ്ട്, എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് ഏതായാലും അടുത്ത വണ്ടിയിലേക്ക് പോകും. നിങ്ങളിപ്പോൾ ഇത് ലാസ്റ്റ് വണ്ടിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു വണ്ടിയും കൂടെ ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ വണ്ടി നമ്മുടെ പുതിയ ക്വിഡ് ഫേസ് ലിഫ്റ്റ് ആണ്. യെസ്, ഈ വണ്ടിയും കുറച്ച് കാലമായിട്ട് ഇവരുടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്തൊരു റൂമേഴ്സ് ഒന്നനുസരിച്ച് July 3 ഈ വണ്ടി വരുന്നുണ്ടെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെല്ലാം കൂടെ എവിടെ നിന്ന് വരുന്നെന്ന്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഓരോ വണ്ടി വരുന്ന കാര്യം ടിങ് 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 എന്ന് പറഞ്ഞ് വരുന്നത്. ഏതായാലും July 3 വന്നാലും വന്നില്ലെങ്കിലും ജൂലൈയിൽ വരും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്, എക്സ്റ്റീരിയറിൽ അവർ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡാഷ്യ സ്പ്രിംഗ് എന്ന് പറഞ്ഞ വണ്ടിയുടെ സ്പ്രിംഗ് EV ഉണ്ട്, അതിൽ ബേസ്ഡ് ആയിട്ടാണ് നമുക്കിനി പുതിയ ക്വിഡ് കിട്ടാൻ പോകുന്നത്. സോ ഈ ഡിസൈനൊക്കെ തന്നെയായിരിക്കും നമുക്കിവിടെ വരാൻ പോകുന്നത്. അവർ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിലാണെങ്കിലും ഈ എക്സാക്ട് സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് ഡിസൈനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ സ്പ്രിംഗ് EV എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മാത്രമേ അതിൻ്റെ അകത്ത് ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവർക്ക് ക്വിഡ് EV ആയിട്ട് ഇറക്കാനാണോ അതോ നമ്മുടെ ഡീസലല്ല പെട്രോളിന് മാത്രം ഇങ്ങനൊരു ഫേസ് കൊടുക്കാനാണോ എന്നുള്ളത് നമുക്കിപ്പോൾ ഡ്രൈവറിലും കൈകളിലൊക്കെ അപ്ഡേറ്റ് കിട്ടി. ശരിക്കും അപ്ഡേറ്റ് കിട്ടാണ്ടായിരുന്ന ആകപ്പാടെ ക്വിഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈക്കിളും കംപ്ലീറ്റ് ആവും. പിന്നെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം ഹോണ്ട ZR-V. ഇതവർ സിറ്റിയുടെ കൂടെ കാണിച്ചു, സിറ്റിയുടെ കൂടെ അങ്ങനെ പോയെന്ന് തോന്നുന്നു. സിറ്റി അന്ന് അങ്ങനെ പോയില്ല, സിറ്റിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു 1300 അടുത്തും കണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഈ ലാസ്റ്റ് കിടന്നിരുന്ന വണ്ടി ഇപ്പം വെർട്ടസിന് തൊട്ട് താഴെ സെക്കൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. സോ അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ വണ്ടിയുടെ പ്രൈസ് പോലും ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഇമ്പോർട്ടറാണ്, നല്ല വില ഉണ്ടാവും. എങ്ങനെ പോയാലും 50 ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും എക്സ്ട്രാ പ്രൈസ് ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും പ്രൈസ് അവർ പറയണമല്ലോ. പിന്നെ കുറേ ഫീച്ചേഴ്സും അതിനകത്ത് മിസ്സിംഗ് ആണ്. ആകെപ്പാടൊരു ഗുണമുള്ളത് നമുക്ക് ഹൈബ്രിഡ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈബ്രിഡിന് വേണ്ടി ആരെങ്കിലും ഇത്രയും പൈസ കൊടുത്ത്, അതായത് 60 lakhs അടുത്തൊക്കെ ഓൺ റോഡ് കൊടുത്ത് ഈ വണ്ടി വാങ്ങും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇത് ഭയങ്കര സൈസുള്ള വണ്ടി എന്നല്ല, 4.5 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത്ത് വരുന്നുണ്ട്. സോ ഏകദേശം നമ്മുടെ ഒരു ടിഗ്വാൻ അല്ലെങ്കിൽ മറ്റേ ഹ്യുണ്ടായി ടുസോണിൻ്റെ ഒക്കെ അടുത്ത സൈസ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഡെഫിനറ്റ്ലി അതിനേക്കാളൊക്കെ നല്ല പ്രൈസ് കൂടുതലായിരിക്കും. എനിവേ ഗൈസ്, ഇതിൽ ഏത് വണ്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് താഴെ കമൻസിൽ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.